ഡേ 2 ഇൻ മുംബൈ. നമ്മളിന്ന് പോകുന്ന എലിഫൻ്റ കേവ്സിലാണ്. നമ്മൾ മെട്രോ രാവിലെ വന്ന് അണ്ടർഗ്രൗണ്ട് മെട്രോയിലാണ് വന്നത്. നമ്മളിവിടെ ചർച്ച് ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മെട്രോ ഇറങ്ങി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവ്സിൽ പോകണം. ബോട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അവിടെയാണ് ബോട്ട് കിടക്കുന്നത്. ക്യൂ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഉണ്ട്. എന്നാലും മുമ്പായിട്ട് കൊടുക്കണം. ബോട്ടില്ല भैया ये मत खींचे को ये हरियाणा आया काला काला എലിഫൻ്റ കേവ്സിലോട്ട് പോവുകയാണ് ഗൈസ്. അതിൽ 1 മണിക്കൂർ നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യണം. ബോട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലാണ് യാത്ര. ട്രെയിൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്യൂ ആണ്. ഐലൻഡിലെത്തിയിട്ട് ഈ ട്രെയിൻ മിസ്സായി. അടുത്തതിൽ കയറാം. ട്രെയിനിലാണോ ഐലൻഡിലെത്തിയിട്ട് നമ്മൾ 1.5 കിലോമീറ്റർ നടന്നാലേ നമ്മൾ കേവിലെത്തുള്ളൂ, എലിഫൻ്റ കേവിലെത്തുള്ളൂ. അപ്പം നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ പിടിച്ചത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മളിത് നടക്കുന്നു. കുറേ ഉണ്ടല്ലേ നടക്കാൻ. ഓതാ മങ്കേശി അയ്യോ അതൊക്കെ എടുത്ത് എറിഞ്ഞു. ഷോപ്പിംഗ് ചെയ്യാൻ കുറേ ഉണ്ട്. എന്താ ചൈനയിലായിട്ട് വീശറയൊക്കെ വെച്ചിരിക്കുന്നല്ലേ. ചൂട് തന്നെ. ഓ മുംബൈയിലെ ചൂട് പിന്നെ പറയണ്ട. നടന്നു തുടങ്ങി. സ്റ്റെപ്പിലും കുറേ കടകളൊക്കെ ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ്. ഇതെന്തോന്നു കേട്ടോ. ഇതെന്താ എങ്ങനെ കല്ലുകള്. ക്രിസ്റ്റൽസ് കൊള്ളാല്ലേ. ക്രിസ്റ്റൽസ് വാങ്ങിച്ചരുമല്ലോ. തിരിച്ചു വരുമ്പോ ഇതേ വഴി തന്നെ. ഇവിടെ 100 കൂടുതൽ ഷോപ്സ് ഉണ്ട്. ഓരോരുത്തരും ഷോപ്പ് നമ്പർ 95, ഷോപ്പ് നമ്പർ 30, അതൊക്കെയാണ് ഓരോ ഷോപ്പിൻ്റെയും നമ്പറുകൾ. ഇത് ഷോപ്പ് നമ്പർ 10 ആണ്. സ്റ്റെപ്സ് ഉണ്ട് നടക്കാൻ. കുറേ ഉണ്ട്, തീർന്നില്ല. ഫൈനലി നമ്മൾ എലിഫൻ്റ കേവിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഞങ്ങളങ്ങനെ കയറിയിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റാണ് നമ്മൾ എത്തിക്കുന്നത്. മഹായോഗി ശിവയാണ്. തന്നെ കേട്ടോ, ഒറ്റ കല്ലിൽ തന്നെ ചെയ്തിരിക്കുന്ന ശിവലിംഗം.
രാവണ ഷേക്കിംഗ് മൗണ്ടൻ കൈലാസ്. പറയട്ടെ ഇത് നമ്മളൊരു സൈഡിൽ വന്നപ്പം കണ്ട കുറച്ച് കല്ലുകളാണ്. വഴിയില്ലേ? ഇപ്പം എൻ്റെ ഒക്കെ കേവ്സ് ഇറങ്ങി ഗൈസ്, അവിടെ ഇറങ്ങി ഓക്കെ. എലിഫൻ്റ് കേവിൽ പോയതിൽ അവിടെ നിന്ന് ഒരു പൊടി റേഞ്ചും ഇല്ല. ടിക്കറ്റ് വന്നിട്ട് ഡ്യൂലക്സും ഉണ്ട്, എക്കണോമിയും ഉണ്ട്. ഡ്യൂലക്സിന് എടുത്താലും എക്കണോമി എടുത്താലും അങ്ങനെ പ്രത്യേകിച്ച് ഒരിതില്ല അതിനകത്ത്. എല്ലാവർക്കും ഒരേ സീറ്റ്. അവിടെ പ്രത്യേകിച്ച് ഡ്യൂലക്സുകാർക്ക് പ്രത്യേക സീറ്റ് ആക്കില്ലെങ്കിൽ എക്കണോമിക്കാർക്ക് പ്രത്യേക സീറ്റ്. രണ്ട് പേർക്കും എക്കണോമിക്കും ഡ്യൂലക്സ് ടിക്കറ്റ് എടുക്കുന്നവർക്കും ഒരേ ബോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീറ്റും ഇല്ല. വെറുതെ അവിടെ നമ്മൾ പൈസ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എലിഫൻ്റ് കേവ്സിൽ ഒരു റേഞ്ചും ഇല്ല. അതുപോലെ അണ്ടർ മെട്രോയിലും ഒരു പൊടി റേഞ്ച് ഇല്ല. അണ്ടർ മെട്രോയിൽ ഗൂഗിൾ പേ ഒന്നും നടക്കും. നമ്മളതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക്. നമ്മൾ പിന്നെ എലിഫൻ്റ് കേവ്സിൽ നിന്ന് ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു സ്റ്റാച്ചു വാങ്ങിച്ചായിരുന്നു. 500 റുപ്പീസാണ് റേറ്റ് വന്നത്. നമ്മൾ ബാർഗിൻ ചെയ്ത് അവസാനം 200 രൂപയ്ക്ക് നമ്മളതൊക്കെ 100 200 അല്ല 100 രൂപയ്ക്ക് 100 റുപ്പീസ് നമുക്കത് കിട്ടിയായിരുന്നു. ഈ മുംബൈയിലുള്ള എല്ലാ ബിൽഡിങ്സും എന്താ പറയുക, പണ്ടത്തെ മോഡലും പണ്ടത്തെ ബിൽഡിംഗ് ഒരു ആൻറ്റിക് ലുക്കുണ്ട്.
പക്ഷെ അതിൻ്റെ അകത്ത് കടയിലൊക്കെ കയറിയ വില ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ വില നല്ല റേറ്റാണ്. എല്ലാം പറഞ്ഞില്ലേ ആൻറ്റിക് ബിൽഡിംഗ് ആണ്. കണ്ട ആൻറ്റിക് ബിൽഡിംഗ് ആണ്. ഷോപ്പ് കണ്ട. ഈ ബിൽഡിങ്ങിൽ എൻ്റെ പൊന്നോ അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ നോക്ക്. സൂപ്പർ അല്ലേ?